എന്താണ് നമ്മളുടെ സ്പെഷ്യൽ? നോമ്പ് തുറ സ്പെഷ്യൽ ആണ്. നോമ്പ് തുറക്ക് മാത്രല്ല, നിങ്ങളെ കുട്ടികൾക്കൊക്കെ 4 മണിക്കുള്ള പലഹാരം ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരുപാട് യാത്രകളുണ്ട്, വെറൈറ്റി ഫുഡുകളുണ്ട്, ഇതൊക്കെ കാണണം. ഇതാണ് നമ്മളുടെ ചാനൽ സാക്സ് വെറൈറ്റീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് കമന്റ് ലൈക്ക് ഓക്കെ. ഇത് സോയാചങ്ക്. സോയാചങ്ക് ഞാനൊരു 20 എണ്ണം നല്ല ഹൈ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുന്നുണ്ട്. ഇതിനൊന്ന് 1 മണിക്കൂർ ഇങ്ങനെ കുതിർത്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കറ പോകാനുണ്ട്. ആ കറ പോയി കഴിഞ്ഞിട്ട് ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഉണ്ടല്ലേ, ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം കൊണ്ട് അമർത്തി ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നൊരു കറ പോകും. ഇത് ഏകദേശം വെന്തിട്ടുണ്ടാവും ഈ സമയത്ത്. അപ്പോൾ ഈ വെള്ളം കളയുക. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിതൊരു ആ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് വെക്കുകയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്കാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ടൊമാറ്റോ സോസ് ഒഴിച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ മോഡൽ പ്രിപ്പറേഷനാണ്. ഇനി ഇതിനെ കവർ ചെയ്യാനുള്ള ആ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് പിന്നെ മൈദപ്പൊടിയാണ് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി മസാലപ്പൊടികൾ ഇടണം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ 1 അര സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുക. പിന്നെ ഇതൊരു ബേക്കിംഗ് സോഡ ഒരു തുള്ളി ഇടുക. പിന്നെ ഈ കായത്തിൻ്റെ പൊടി 1 അര സ്പൂൺ ഇടുക. കുരുമുളക് പൊടി 1 അര സ്പൂൺ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. മിക്സിങ് ഒന്നുകൂടി ശരിയാണെങ്കിൽ എന്താ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരിപ്പയിലാക്കിയിട്ട് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ആക്കില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും. ഇതേപോലെ ഞാനൊരു അരിപ്പിട്ടിട്ട് ആദ്യം തന്നെ അരിപ്പയിലിട്ടിട്ട് അങ്ങനെ ആക്കിയാലും മതി. പക്ഷേ എനിക്കിഷ്ടം കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിപ്പയിലാക്കുമ്പോഴാണ് അതാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അയക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അതിൽ ഇങ്ങനെ കുറച്ച് പൊടിയും കാര്യങ്ങളും, അത് കുരുമുളകിൻ്റെ ഒരു പൊടി ബാക്കിയാണ്. അത് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി തിരിച്ച് അതേ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കണം. കാരണം ഇത് മുക്കി അധികം ലൂസാവരുത്, അധികം ടൈറ്റ് ആവാത്ത മോഡലായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ചും അളവിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഇതൊരു 250 മില്ലിൻ്റെ കടലപ്പൊടീൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ആദ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കാനാവുന്നില്ല. ഇതിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് റെഡി ആയിരിക്കും. ഇതുപോലെ ഉണ്ടാക്കുക. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യണം. അതിൽ കട്ടായിട്ട് കിടക്കരുത് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോയെന്ന് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. ഈ ഒരു അളവിൽ ആയിരിക്കണം. അതുകൊണ്ട് നമുക്കിനി അടച്ചാട് വെക്കുക. ഇതൊന്ന് പെട്ടെന്ന് ആക്കരുത്, കുറച്ച് നേരം അടച്ച് വെക്കണം. അപ്പോൾ സെറ്റാകുക. നമുക്ക് ആവശ്യത്തിനുള്ളൊരു മാവ് കുറച്ച് ബൗളിലേക്ക് എടുത്തിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൽ ഞാനിപ്പോൾ ഒരു 2 വെക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ 2 3 വെക്കാം. 2 വെക്കുമ്പോൾ 2 സൈഡിലും ഒരു സ്പേസ് കിട്ടും. ജസ്റ്റ് അതിലൊന്നിങ്ങനെ മുക്കുക. എന്നിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. ജസ്റ്റ് ഒന്ന് പുറംഭാഗം മാത്രം ഒന്ന് വെന്താൽ മതി. സോയാചങ്ക് ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ ഏകദേശം വെന്ത് പോയിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിടുക. വേണമെങ്കിൽ കച്ചപ്പ് കൂട്ടി കഴിക്കുക. നല്ല രസമായിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതൊരു വൈറ്റമിനാണ് ഈ സോയാചങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.